ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളുമാണ്. ഇതിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദി വാണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി. അതുകഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റിക്കൊണ്ടു പോകുന്ന ഒരു ശവശരീരവും കണ്ടു. വേദനാജനകമായ ഈ കാഴ്ചയ്ക്കു ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി. ഭൗതിക ദുഃഖങ്ങളൊന്നുമില്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെടുന്ന ഈ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു. ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന തീരുമാനത്തിൽ എത്തിച്ചത്. ബി.സി. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധൻ സന്യാസം സ്വീകരിക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഈ കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. ബി.സി. 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ പ്രധാനമായും വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിലാണെങ്കിൽ സരതുഷ്ട്ര, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലഘട്ടമായിരുന്നു ബി.സി. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ബി.സി. 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതീരത്ത് വെച്ചായിരുന്നു, അഥവാ ഗംഗാതടത്തിലായിരുന്നു. നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളാണ് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ബി.സി. 6-ാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നുവന്നു. ഇത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലികൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. ഇനി ബി.സി. 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നുവന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഉയർന്നുവന്നു. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെയാണ് വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹ്യ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. ബി.സി. 6-ാം നൂറ്റാണ്ടിൽ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുനിന്ന് ഉയർന്നുവന്ന ചില വിഭാഗങ്ങൾ പ്രധാനപ്പെട്ടവരായിരുന്നു. ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് ഉൾപ്പെടുന്നവരാണ് ആരൊക്കെയെന്ന് പറയുന്നത്? ഫസ്റ്റത്തെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നത്. ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുനിന്ന് ചില വിഭാഗങ്ങൾ ബി.സി. 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നു. അവരാണ് ധനാഢ്യരായ ഗഹപതികൾ എന്ന് പറയുന്നത്. ഈ ഗഹപതികളുടെ പ്രത്യേകത കച്ചവടമായിരുന്നു മുഖ്യ തൊഴിൽ. ഭൂമി കൈവശം വെച്ചിരുന്നു. സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നവരായിരുന്നു. മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം അലങ്കരിച്ചിരുന്നു. ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ആശയധാരകളാണ് ഏതെന്ന് പറയുന്നത്? ജൈനബുദ്ധ ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ എന്തിന് ലഭിച്ചിരുന്നു? ഈ ആശയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാശയങ്ങൾക്ക്? ജൈനബുദ്ധ മത ആശയങ്ങൾക്ക് വൈശ്യർ, ഗഹപതി തുടങ്ങിയവരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു.